ബിഗ് ബോസിനകത്തേക്ക് പോകുന്ന മത്സരാർത്ഥികൾ പലപ്പോഴും ബിഗ് ബോസിനെ കബളിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്ങനെയാണ്? ബിഗ് ബോസിന്റെയും ക്യാമറയുടെയും കണ്ണുകൾ പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും തന്നെ ഇന്നലെ പല വീഡിയോ ക്ലിപ്പുകളും കണ്ടപ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുന്നത് പോലെ നമുക്ക് കാണാം. ചിലപ്പോൾ അവർ ഇതൊന്നും പുറത്തു പോകില്ല എന്ന് വിചാരിച്ച് പറഞ്ഞതോ ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഞെട്ടലാണ്. ശരിക്കും ബിഗ് ബോസിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ ക്യാമറകളുണ്ട്. എല്ലാ മൂലകളിലും ക്യാമറകളുണ്ട്, അവിടെ ഇവിടെയൊക്കെ ക്യാമറയുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ക്യാമറകൾ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ, ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ഹൗസ് മേറ്റ്സ് അവരെ ക്യാമറ നിരീക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തും. ഇപ്പോൾ ഒരു സ്ഥലത്ത് അവർ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെ ക്യാമറകളെല്ലാം അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നിവർ ആദ്യം നോക്കും. ക്യാമറയൊന്നും ഇവരെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരിലേക്ക് ഒരു ക്യാമറയും ഫോക്കസ് ചെയ്യുന്നില്ല, മറ്റ് ക്യാമറകളെല്ലാം തന്നെ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഓക്കെ ഇപ്പം നമ്മളെ ഷൂട്ട് ചെയ്യുന്നില്ല, ക്യാമറ മറ്റാരെയൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ഭാഗത്തുനിന്ന് പ്രവൃത്തികൾ ഉണ്ടാവുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെയാണ് ബിഗ് ബോസിന്റെ ഹിഡൻ ക്യാമറകൾ. ബിഗ് ബോസിനകത്ത് ഒരുപാട് ഗ്ലാസ് പോർഷൻസ് നമുക്ക് കാണാം. ഈ ഗ്ലാസുകളുടെ എല്ലാം അപ്പുറത്ത് ക്യാമറയുണ്ട്. ഇത് ഒരു സീസണിൽ ലാലേട്ടൻ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് കുറേ ക്യാമറകൾ. അങ്ങനെ മാത്രമാകില്ല, കണ്ടസ്റ്റൻസിന് ഒരിക്കലും പിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഹിഡൻ ക്യാമറകളും ചിലപ്പോൾ ബിഗ് ബോസിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ആർക്കും മനസ്സിലാകാത്ത തരത്തിലുള്ള മൈക്കുകളും എല്ലായിടത്തും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അവിടെ കണ്ടസ്റ്റൻസ് കാണുന്നത് മാത്രമല്ല ക്യാമറകൾ, അവർ കാണാത്ത ക്യാമറകൾ എല്ലായിടത്തുമുണ്ട്. ഒരുപക്ഷെ കാണുന്നതിനേക്കാൾ കൂടുതലാണ് കാണാത്ത ക്യാമറകൾ എന്ന് പറഞ്ഞാലും അത്ഭുതമൊന്നുമില്ല. എല്ലാ തരത്തിലും ഇപ്പോൾ കിച്ചൺ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്ലാസ് കാണാം, ഗ്ലാസിൻ്റെ അപ്പുറത്ത് നിന്ന് ക്യാമറയുണ്ട്. വാഷിംഗ് ഏരിയയിൽ നിന്ന് വെസൽ കഴുകിക്കൊണ്ടിരിക്കുന്ന ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലോസ് ആംഗിളിലുള്ള ക്ലിപ്പ് ഷോട്ട് നമുക്ക് കിട്ടും, നമ്മൾ കണ്ടിട്ടുണ്ടത്. അതുപോലെ ഓരോ സ്ഥലത്തും ഇത്തരത്തിലുള്ള ക്യാമറകൾ വെച്ചിട്ടുണ്ടാകും. അതായത് ഇവർ കാണുന്നത് മാത്രമല്ല ക്യാമറകൾ. അപ്പോൾ ഇവരുടെ ഗെയിം പാളിപ്പോകുന്നത് അവിടെയാണ്. ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കാട്ടിക്കൂട്ടുന്ന കുരുത്തക്കേടുകൾ മറ്റ് ക്യാമറകൾ, ഒളിഞ്ഞിരിക്കുന്ന ക്യാമറകൾ പകർത്തിയെടുക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. ആ ഞെട്ടലുകളാണ് നമ്മൾ ഇന്നലകളിൽ കണ്ടത്. അതായത് പലരും ഇതൊക്കെ ഷൂട്ട് ചെയ്തല്ലേ. അപ്പോൾ സാധാരണ ഇവരെപ്പോഴും ആദ്യ സീസൺ തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയുടെ മൂവ്മെന്റ്സ് ഇവർ ശ്രദ്ധിക്കും. ഈ സീസണിലും അതുണ്ട്. ഇത് മനസ്സിലാക്കിയ ബിഗ് ബോസ് ഇതിനപ്പുറം ഗെയിമാണ് അവിടെ കളിക്കുന്നത്. ഇവർ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ അവിടെ ക്യാമറയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ പ്രവൃത്തികളും, ബാത്റൂമിൽ ഒഴികെയുള്ള എല്ലാ ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും നമുക്ക് കൃത്യമായിട്ടും അറിയാൻ സാധിക്കും. എന്തായാലും ബാത്റൂമിനകത്ത് ക്യാമറ വയ്ക്കാൻ പറ്റില്ലല്ലോ, അതെന്തായാലും ബിഗ് ബോസ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ബാത്റൂമും അതുപോലെ ഡ്രസ്സിങ് റൂമും ഒഴികെ ബാക്കി എല്ലായിടത്തും ക്യാമറകളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഹൗസ് മേറ്റ്സ് ചെയ്യേണ്ടത്. ഇല്ലാതെ ക്യാമറ ഇതൊന്നും എടുക്കില്ല, ഇതൊന്നും പുറത്തു പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുരുത്തക്കേടുകൾ കാണിച്ചാൽ പുറത്താകും, നാണം കെടേണ്ടിയും വരും. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.